ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൂടുതൽ പേരും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. അതിൽ തന്നെ പല സെറ്റിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. അതിൽ ചിലപ്പോൾ പകുതിയിൽ കൂടുതൽ സെറ്റിങ്ങുകൾ നമുക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു 5 ആൻഡ്രോയിഡ് ടിപ്സുകളാണ്. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ ഒരു 5 അടിപൊളി ടിപ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒന്നാമത്തെ ടിപ്സിലേക്ക് കടക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സാണ്. LKG തൊട്ട് അങ്ങോട്ട് +2 അങ്ങോട്ട് വരെ എല്ലാവർക്കും വീട്ടിലാണ് ഓൺലൈൻ ക്ലാസ്സാണ്. ഇപ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണും അല്ലെങ്കിൽ 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തെ നെറ്റൊക്കെ കയറ്റിയിട്ട് അവർ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് റൂമിൽ കഥകും അടിച്ച് എന്താണ് അവർ യൂട്യൂബിൽ വേറെ കാർട്ടൂണോ അല്ലെങ്കിൽ സിനിമയോ മറ്റേതെങ്കിലും ക്രോമിൽ മറ്റേതെങ്കിലും മൊബൈലിൽ വേറെ എന്ത് ചെയ്യുന്നുണ്ടോ നമുക്ക് മാതാപിതാക്കൾക്കറിയില്ല. അത് മാതാപിതാക്കൾക്ക് ഈസിയായി അറിയാൻ പറ്റും. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ക്രോം ഓപ്പൺ ചെയ്യുക. അവരുടെ ഫോണിൽ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക my activity google.com അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന വെൽക്കം ടു മൈ ആക്ടിവിറ്റി ഗൂഗിൾ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരും നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, കറക്റ്റ് A to Z കാര്യങ്ങൾ, ഫോണിൽ ചെയ്ത കാര്യങ്ങൾ, യൂട്യൂബിൽ ഏത് വീഡിയോ നോക്കി കറക്റ്റ് കാൽക്കുലേറ്റ് ആക്കാം. വാട്സപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെങ്കിലും ഇതിലെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ മൊത്തത്തിലും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവർ ഫോണൊക്കെ വാങ്ങിയാൽ അവർ ഗാലറിയിലേക്ക് ചിലപ്പോൾ പാറ്റേൺ ലോക്ക് ഇട്ടിട്ടുണ്ടാകും. നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ചില ആപ്പ് ഉപയോഗിച്ച് അവർ ലോക്ക് ഇട്ടിട്ടുണ്ടാകും. നമുക്ക് അതിൽ ഫയൽ വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലവർ ഗാലറി ഓപ്പൺ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ചില ഫയലുകളൊക്കെ അവർ ഹൈഡാക്കി വെച്ചിട്ടുണ്ടാകും. അത് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൽ നമ്മൾ ഫയൽ കോളൻ എന്നിട്ട് 3/ ഇടുക. എന്നിട്ട് SD കാർഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മളെ മൊബൈലിലുള്ള മൊത്തം ഫയലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഫോൺ നമ്മൾ ക്യാമറയിലെടുത്ത ഫോട്ടോ ആണെങ്കിൽ നമ്മൾ DCMൽ പോവുക. എന്നിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ എടുത്താൽ നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും കാണാവുന്നതാണ്. പോയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈലിൽ സിം ഇല്ലാത്തപ്പം നമുക്ക് വേറൊരുത്തന്നെ കോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും വൈഫൈ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി കോൾ ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് വേറെ അവർക്ക് വൈഫൈ ലഭിക്കുന്നുണ്ട്, ചിലപ്പോൾ സിം ഉണ്ടാകില്ല. അവർക്ക് ഇത് വളരെ നല്ല ഉപകാരപ്പെടും. അതിന് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗ്ലോബ് ഫോൺ എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റത്തെ കോളാണ് നമുക്ക് എടുക്കേണ്ടത്. കോൾ എടുക്കാം. കോൾ എടുത്തതിന് ശേഷം ഇവിടെ താഴെ കൺട്രി കോഡ് ഓൾറെഡി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യ കൊണ്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കാം. നമ്പർ അടിച്ചിട്ട് താഴെ ഐ ആം നോട്ട് റോബോട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇപ്പോഴത്തെ ഇത് ഓപ്ഷൻ എന്ന് തോന്നുന്നു. കാണിക്കുന്ന മുകളിൽ കാണിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണിക്കുന്നത് ട്രാഫിക് ലൈറ്റ് എന്നാണ്. നമുക്ക് ഏകദേശം 3 എണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വളരെ ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ്.
നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പലതരം സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ തന്നെ ഫോട്ടോഷോപ്പ് പോലുള്ള പല സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈസിയായി ഒരു ആപ്ലിക്കേഷന് സഹായം കൂടാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് ആദ്യം ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ remove.bg എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഫസ്റ്റ് കാണുന്ന അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൽ നമുക്ക് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അത് കാണിക്കും, അപ്ലോഡ് ഇമേജ്, അത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ആക്കാം. ഞാനൊരു ഫോട്ടോ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, ഫോട്ടോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ടാക്കി കിട്ടും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഹൈ റെസൊല്യൂഷൻ, ഡൗൺലോഡ് അത് മീഡിയം, ഇത് രണ്ടും നമുക്ക് ഈസിയായി ഒരു ആപ്ലിക്കേഷന് സഹായം കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് അവസാനത്തെ 5ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോട്ടോസൊക്കെ ഓപ്പൺ ആക്കിയാൽ നമുക്കത് സൂമാക്കി നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഹോം സ്ക്രീൻ തന്നെ ഇത് സൂമാക്കി നോക്കാനുള്ള അല്ലെങ്കിൽ ഏതും ആപ്ലിക്കേഷൻ സൂം ആക്കി നോക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഉണ്ട്. അത് ആർക്കും അറിയാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ ഹോം സ്ക്രീൻ ഇതാ ഇങ്ങനെ സൂമാക്കി നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ മെസ്സേജ് ഓപ്പൺ ആക്കി നമുക്ക് ഇത് കാണുന്ന ഏത് സിമ്മിലാണ് മെസ്സേജ് വന്നത് ചിലപ്പോൾ ഒരാൾക്ക് കറക്റ്റ് കാണുന്ന കാഴ്ചയില്ലാത്തവർക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ടാപ്പ് ചെയ്താൽ നമുക്ക് കറക്റ്റ് സൂമാക്കി കാണാൻ പറ്റും. അതിനുള്ള സെറ്റിങ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് സെറ്റിങ്ങിൽ പോവാം. സെറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ ഇവിടെ ആക്സസിബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആക്സസിബിലിറ്റി സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്ന് കാണും. ഇത് എൻ്റെ ഓൾറെഡി ഓൺ ആണ്. നിങ്ങൾ ചിലപ്പോൾ ഓഫായിരിക്കും. അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ തന്നെ 3 ടാപ്പ് 3 ടച്ച് ചെയ്താലേ ഇത് സൂമാവും. നമുക്ക് കറക്റ്റായിട്ട് സൂം ചെയ്ത് നമുക്ക് നമ്മൾ ചാർജൊക്കെ നമുക്ക് എത്രയുണ്ടെന്ന് കറക്റ്റ് നമുക്ക് കണ്ണ് കാഴ്ചയുള്ളവർക്ക് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ കമൻറ്റുകൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത തവണ നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.